Hey guys, welcome back to my YouTube channel Mummy and Maeve. സോ അപ്പോൾ നമ്മൾ കുറച്ച് നാളായില്ലേ അടുത്ത വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യും, അത് പാതിയിൽ വെച്ച് ഡ്രോപ്പ് ആയി പോകും ഗൈസ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഫുൾ വ്ളോഗ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഫ്രാങ്ക്ഫർട്ടിലാണ്. ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ ഫ്രാങ്ക്ഫർട്ടിലെത്തി. വന്ന് ഒരു ഉറക്കം പാസ്സായി. കണ്ടോ എൻ്റെ ബെഡ് കിടക്കുന്ന കണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇപ്പം എണീറ്റ് എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ് ഗീസ്. ഇഗ്നോർ മൈ സൗണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആളെ മീറ്റ് ചെയ്യാൻ പോവാണ് ഗീസ്. വാവക്കുട്ടൻ്റെ വലിയ ഫാനാണ് ഈ ചേച്ചി. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സ്ഥലത്ത് വന്നിട്ട് വാവക്കുട്ടൻ്റെ ഫാനിനെ കാണാൻ പോകുന്നത്. ആൻഡ് ഐ ആം സോ ഹാപ്പി ആസ് എ മോം. എൻ്റെ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആണ്. ചേച്ചി സ്കിൻ കെയർ റുട്ടീൻ എന്ന് ചോദിച്ചു വരെടുത്ത് എൻ്റെ സ്കിന്ന് ക്ലിയർ അല്ല ഗീസ്. ഊഫി എങ്ങനെ കാണിക്കും കർത്താവേ. കണ്ടോ, ഇവിടെയൊക്കെ എനിക്ക് അടയാളമൊക്കെ ഉണ്ട്. കണ്ടോ, എൻ്റെ സ്കിൻ ക്ലിയർ അല്ല മീൻസ് എനിക്ക് അങ്ങനെ പിമ്പിൾസ് ഒന്നും അങ്ങനെ വരാറില്ല. പിമ്പിളിൻ്റെ പാടൊന്നുമില്ല. പക്ഷേ എൻ്റെ സ്കിന്ന് ഫുൾ അൺഈവൻ സ്കിൻ ടോണാണ് എൻ്റെ ഫേസിൽ. കാരണം ഒരു സ്ഥലത്ത് ഒരുപോലെ അല്ല. ഇവിടെ എനിക്ക് ബ്ലാക്ക് മാർക്കുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ കണ്ണിൻ്റെ താഴെ പിന്നെ പറയണ്ടല്ലോ, ഉറക്കം എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് സമയത്തിന് ഇല്ല എനിക്ക്. സോ അപ്പോൾ അത് കാരണം ഓഫ് കോഴ്സ് ഡാർക്ക് സർക്കിൾസ് വരും. പക്ഷെ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് താഴോട്ട് പോവുകയാണ്. കാരണം ചേച്ചി റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി വന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ചേച്ചിയുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു 1/2 hour ട്രെയിൻ ജേർണി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചേച്ചി എത്തിയത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞാൻ പോയപ്പോഴത്തേനും. കാരണം ഒത്തിരി തണുപ്പും അല്ലായിരുന്നു, ചൂടും അല്ലായിരുന്നു. സോ ഐ ചൂസ് ദിസ് വൺ ബിക്കോസ് ഇൻ കേസ് തണുക്കുവാണെങ്കിലോ. ഹലോ, നമ്മുടെ വാവക്കുട്ടൻ്റെ വലിയ ഫാനാണ് ചേച്ചി. അപ്പൊ ഞാനിവിടെ വന്നു. ആദ്യമേ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ജർമ്മനിയിൽ വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ട്. ഫൈനലി ഞാനിവിടെ എത്തി. ഓയ് ചേച്ചി, സന്തോഷമാണോ ഇതിന്റെ കണ്ടത്? പിന്നെ മരിയന്റെ നാട്ടുകാരും കൂടിയാണ്. അതെ, ചേച്ചി എൻ്റെ അമ്മ താഴമ്പള്ളിയിലുള്ളതാണ്. അപ്പൊ ചേച്ചി ഞങ്ങളുടെ നാട്ടുകാരാണ്. എന്തായാലും ഞങ്ങൾ എങ്ങോട്ടാ ചേച്ചി പോണം? നമ്മള് ഇവിടെ ഒരു മലയുണ്ട്, നമുക്ക് ആ മലയിലോട്ട് പോവാം. ഓക്കെ, ചേച്ചി മലയിൽ കൊണ്ടുപോവാണ്. അതെ, നമ്മൾ ചോദിച്ചു പോവും. എന്തായാലും ചേച്ചിക്ക് ഞാൻ പറഞ്ഞു പുറത്തിറങ്ങി നെറ്റ് ഉണ്ടല്ലോ, ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് തിരിച്ചു വരാം. കാരണം ഞാൻ അങ്ങനെയാണ്, പുറത്ത് പോയി കഴിഞ്ഞാൽ നെറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പോയിട്ട് ഞാൻ തിരിച്ചു വരും. ഈ നാട്ടുകാർ ഫുള്ള് എൻ്റെ സൗണ്ട് കേൾക്കണം എന്ന് തോന്നുന്നു. ഇവിടെ ആക്ച്വലി സൺഡേ എനിക്ക് ഇഷ്ടമില്ല. കാരണം ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ഭയങ്കര സൈലന്റ് ആയിരിക്കും. ഇവിടെ ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. സീ ഗൈസ്, മൊത്തം ക്ലോസ്ഡ് ആണ്. അപ്പാപ്പനെ കാണിക്കില്ല. മുന്തിരിത്തോട്ടമുണ്ട്. ചേച്ചി കുറെ റിസർച്ച് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്. പിന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ചേച്ചി ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഒന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, എൻ്റെ വയറിൽ തൽക്കാലം ഫിൽ ചെയ്യാനുള്ള കേക്കൊക്കെ ഞാൻ 150K കേക്കിൻ്റെ ബാക്കിയെ കൊണ്ടുവന്നു. സോ ഗൈസ്, നമ്മൾ പോവാണ്. കേബിൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഫുള്ള് ചേച്ചിയാണ്. നെറോ ബെർഗോ മല. ഞാൻ ഇനി 2 വിസിറ്റോടെ ജർമ്മൻ സംസാരിക്കുന്നതായിരിക്കും. എന്ത് ചേച്ചി ഒന്നും കൂടെ പറഞ്ഞേ? നീ ആയി പറ. നമ്മളിപ്പോ പോകാൻ പോകുന്നത് നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഇപ്പൊ വായിച്ചിട്ട് പറയാവേ. നെറോബെർഗ് ബാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ബസ്സിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ബസ് എടുക്കാനായിട്ട്. അതെ, ബസ് എടുക്കുന്നില്ല. ഞങ്ങള് ബസ് നോക്കി ഒരു 20 മിനിറ്റ് നിന്ന് അതിൽ കൂടുതൽ നിന്നു. കിട്ടി. ഇനി നമുക്ക് പോവാം. അതേ ബസ് എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വഴിയിലുള്ള ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ സൺഡേ ആയിരുന്നത് കൊണ്ട് അവിടെ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. കുറച്ച് റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സും മാത്രമേ അവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ.
ഫൈനലി ഇതേ നമ്മുടെ സ്റ്റോപ്പ് എത്തി. ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ആ സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ എത്താൻ ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് നമുക്കൊരു കേബിൾ കാർ എടുത്തിട്ട് വേണം മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ കാണാം, ഇതാണ് അതിൻ്റെ റെയിൽ, ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. സോ നമ്മൾ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ഐ ഡോണ്ട് റിമെമ്പർ എത്ര ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ആക്ച്വലി പോകാനും തിരിച്ചു വരാനും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് കണ്ടോ, നേരോ ബർഗ്ബാൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഈ കേബിൾ കാറിൽ ആക്ച്വലി പുറത്ത് നിൽക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ. പുറത്ത് നിന്ന് വീഡിയോ എടുത്തിരുന്നെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു തന്നെ. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും തന്നെ ആൾക്കാർ അവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. മേളിലും താഴെയൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മേളിലോട്ട് പോകും തോറും ഇതായിരുന്നു കേട്ടോ വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയായിരുന്നു. നമ്മൾ പെട്ടെന്ന് എത്തും, ഒത്തിരി ദൂരമില്ല. ഇനി ഞങ്ങൾ നടന്ന് നോക്കണം അവിടെ എന്താ ഉള്ളതെന്ന്. ചേച്ചിക്ക് ഇങ്ങനെ കുറച്ചറിയായിരുന്നു. അവിടെ ഒരു റഷ്യൻ ചർച്ചും പിന്നെ ഒരു റെസ്റ്റോറൻറ്റും അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഈ ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്, വിൽസി. ഓക്കെ, നമ്മൾ മല കയറി ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെങ്കിൽ എക്സ്പ്ലോർ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നടന്നു കണ്ടത് ഈ ഒരു ഗോപുരത്തിൻ്റെ അവിടെയാണ് ഞങ്ങൾ കണ്ടത്. ആക്ച്വലി ആ പ്ലേസ് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒത്തിരി ഫാമിലീസും കുട്ടികളുമായിട്ടായിരുന്നു കേട്ടോ അവിടെ വന്നത്. ഈ കാണുന്ന ചേർച്ച് കണ്ടോ, ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് അടുത്തുള്ളൊരു ചേർച്ചായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ മനസ്സിലായത് അതിൽ നമ്മളൊരു കോയിൻ ഇടണം, €1, എന്നിട്ടേ അത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പം €1 ഇട്ടു, എന്നിട്ടും അത് ക്ലിയർ ആയിട്ട് എനിക്ക് കണ്ടില്ല നന്നായിട്ട്. പക്ഷേ ഇവർ മാന്യതയുള്ളവരാണ് കേട്ടോ. ആ €1 അവർ തിരിച്ചു തന്നു. നമ്മുടെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ആക്ച്വലി റഷ്യയിലുള്ള എല്ലാ ചർച്ച് ഇതുപോലെയാണ്. ഈ മണിഗോപുരമുണ്ട്. ഇല്ല, കമാ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് തേരി ഇറങ്ങി പോകണം ഗൈസ്, തേരി ഇറങ്ങി പോകണം. ഫ്രാങ്ക്ഫർട്ടിലെ വേപ്പുമരം. ആ മരം കണ്ടാൽ വേപ്പ് മരം പോലെ പെട്ടെന്ന് തോന്നില്ല, അതാ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഇറങ്ങിപ്പോണം. അതൊരു ഫുള്ള് കാടാണ്. പക്ഷെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ അത്രയും അവിടെ ഈ കാറൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഫൈനലി നമ്മളിത് ഇറങ്ങി ഈ ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റഷ്യയിലുള്ള മിക്ക ചേർച്ചിൻ്റെയും ഇങ്ങനെ മേളിൽ ഇതുപോലത്തെ ഗോപുരം പോലെ ഉണ്ടായിരിക്കും. അത് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം. അവിടെ പോയി കഴിഞ്ഞാൽ മിക്ക ചർച്ചിൻ്റെ, എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ചേർച്ചിൻ്റെയും മേളിൽ ഇതുപോലെയാണ് ഉള്ളത്. പക്ഷേ നമ്മൾ അതിനകത്തോട്ട് കയറിയപ്പോൾ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അതോ നമ്മൾ വീഡിയോ എടുത്തില്ല. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, കാരണം അവിടെ അകത്ത് ആളുണ്ടായിരുന്നു ഞാൻ കയറിയപ്പോഴത്തേനും. അപ്പോൾ നമുക്ക് അധികം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഈ ഡോറിൻ്റെ അവിടെ ഇച്ചിരി കാണാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞതേ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ സമയം പോകണത് അറിയത്തേയില്ല. അവിടെ കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഈ പ്രായത്തിൽ അവർ എൻജോയ് ചെയ്ത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം കേട്ടോ. ഇറങ്ങിയപ്പോൾ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ നമ്മളിതൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഈ തേരി ഫുള്ള് തിരിച്ച് കയറി വന്നപ്പോഴാണ് എൻ്റെ അമ്മയെ ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ഇതുപോലെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഞാനപ്പോൾ ചേച്ചിയോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയല്ലേ ഫുള്ള് കാടിയൊക്കെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. പിന്നെ കുറച്ചേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി കയറി വന്നത്. To go or here? Yeah, dann kennen wir Platz. അങ്ങനെ തേരി കയറി വന്ന് നല്ല ക്ഷീണവും വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി പറഞ്ഞെന്ന ജർമ്മനൊക്കെ വെച്ചിട്ട് ഞാനൊരു ക്യാപ്പിച്ചീനോവും ചേച്ചിക്കൊരു ഹോട്ട് ചോക്ലേറ്റും ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിസ്സ എന്ന് പറഞ്ഞു ഓർഡർ ചെയ്ത് കിട്ടിയ സാധനം ഇതായിരുന്നു. കാരണം ആ മെനുവിൽ വേറെ ഒന്നും നമുക്ക് മനസ്സിലായില്ല. ബർഗറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പോക്കൊക്കെ വരുന്നതായിരുന്നു. അപ്പോൾ നമുക്കത് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ അലർജിറ്റിക്കാണ്. സോ അങ്ങനെ ഇത് കഴിച്ചു. ഒത്തിരി ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, പിന്നെ അത്രയും വിശന്നിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫുള്ളങ്ങ് ഫിനിഷ് ചെയ്തു. നമ്മൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേന് ഇവിടെ ഒരു പ്രൊപ്പോസൽ സീൻ നോക്കിയാ ഇട്ടിട്ട് കണ്ട, ഇതെനിക്ക് ഒരാളൊക്കെ കണ്ടാ പൊന്നു, ഇതൊക്കെ കണ്ട, ഇതൊക്കെ ചെയ്തോടെ, ഇതുപോലെയൊക്കെ കണ്ട ഒരു ചെയ്യണോ. ഇനി മാരി ബി എനിക്ക് പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ആക്കിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്യും. നമ്മൾ പെണ്ണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പെണ്ണ് ഇതുവരെ വന്നിട്ടില്ല. പയ്യന് കാത്തിരിപ്പുണ്ട് റിങ്ങുമായിട്ട്, പെണ്ണ് വന്നിട്ടില്ല. ഒന്ന് നോക്കാം.
എനിക്ക് തോന്നുന്നു ആ പെങ്കൊച്ച് കരയുകയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അവിടെ നിന്ന് വന്നിട്ട് ഒരു റിയാക്ഷൻ ഞാൻ മുഖത്ത് കണ്ടില്ല. ഞാനായിരുന്നു ഇവിടെ തുള്ളി ചാടി കുറച്ച് കൂടുതൽ എക്സ്പ്രഷൻസ് കയ്യിൽ നിന്നിട്ടായി. ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് കഴിഞ്ഞാൽ ബിരിയാണി ഒന്നും കിട്ടത്തില്ല, നമുക്ക് പോവാം, വീട്ടിൽ പോവാം. അങ്ങനെ ഞങ്ങൾ ആ പ്രപ്പോസൽ സീനൊക്കെ ദേ കണ്ടു നിന്നപ്പോഴത്തേനും സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. 7 മണി കഴിഞ്ഞായിരുന്നു. കാരണം നമ്മൾ വന്ന ആ ട്രെയിനില്ലേ, കേബിൾ കാറില്ലേ, അത് 7 മണിക്കായിരുന്നു അവസാനത്തത്. അങ്ങനെ ഞങ്ങളത് മിസ്സായി കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചിറങ്ങണമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ച് ഇങ്ങനെ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വന്നപ്പോൾ ആക്ച്വലി ഇത് ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആണല്ലോ. നമുക്കിനി ഇവിടെ നിന്ന് മെയിൻ ബസ് സ്റ്റോപ്പിലോട്ട് എത്തണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഒരൊറ്റ മനുഷ്യർ ആ റോട്ടിലില്ല. കാരണം സൺഡേ അല്ലേ, സൺഡേ ആകുമ്പോൾ തന്നെ എല്ലാവരും വീട്ടിലായിരിക്കും, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവായിരിക്കും. അപ്പോൾ അവിടെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങളൊരു ഊഹമൊക്കെ വെച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ആ ഏരിയയാണ്. എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇവിടെ ഒരു വീട് മേടിച്ച് ഇവിടെ നിന്നാലോ. അവിടെ 2 അങ്കിളുമാർ നിൽപ്പുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ആൾക്കാർ നിൽപ്പുണ്ട്. സോ നൈസ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ. കൊള്ളാം. വഴി ചോദിക്കാൻ എന്തേ ആരെയും കാണാണ്ട് അവസാനം ഈ ബാൽക്കണിയിൽ ഒരു കുട്ടീനെ കണ്ടു. അപ്പോൾ ആ കുട്ടിയാണ് ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി പറഞ്ഞു തന്നത്. വഴി കിട്ടിയാ ഗ്രാഡ് ഹൗസ് എന്ന് വെച്ചാൽ നേരെ പോയിട്ട് റൈറ്റ്. മനസ്സിലായി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇതേ വഴിയൊക്കെ കിട്ടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഈ റോസസ് എൻ്റെ കണ്ണിൽ പെട്ടത്. ഇതൊരു വീടിൻ്റെ ബാക്ക് യാർഡാണ് കേട്ടോ. പക്ഷെ ഫുള്ള് റോസസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലുള്ള റോസ് അല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ യൂറോപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഈ ചെടികൾ. ഈവൻ റോഡ് സൈഡിലാണെങ്കിൽ പോലും എന്തോരം ഭംഗിയുള്ള ചെടികളും പൂക്കളും ഒക്കെ ആണെന്നറിയാം. അപ്പോൾ അത് കാണുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും, മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ പൂവും ചെടികളൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവസാനം ദേ നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു നമ്മൾ വന്നതും. നമുക്ക് ബസ് കിട്ടി. ഇവിടുത്തെ സിറ്റി എനിക്ക് ഈ ഒരു സിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയല്ലേ വീസ്ബാഡൻ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ആദ്യമായിട്ട് നല്ല രസമുണ്ട് ആക്ച്വലി. നമ്മളിപ്പോൾ നടന്നു വന്ന ആ സ്ഥലമൊക്കെ അടിപൊളി. ആ വീടൊക്കെ നല്ല രസമുണ്ട്. അവിടെ ഫ്ലാറ്റ് സിറ്റി എന്ന് പറയാൻ മൊത്തം സിറ്റി ഒന്നും പറയാൻ പറ്റില്ല, ലൈക്ക് കുറച്ച് ഉള്ളിലോട്ടല്ലേ. പക്ഷെ നല്ല രസമാണ്. മലയുടെ താഴെയൊക്കെ അടിപൊളിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഗായ്സ്, ചേച്ചി കണ്ടോ വാവയ്ക്ക് കുറെ ഡ്രസ്സും ചോക്ലേറ്റും എല്ലാം ആയിട്ടാണ് വന്നേക്കുന്നത്. ഫ്രാങ്ക്ഫർട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 1/2 hour ഉള്ളൂ. പക്ഷെ ഈ ഒരു സിറ്റി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ മരി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ സിറ്റി ഒക്കെ എക്സ്പ്ലോർ ചെയ്തത്. പക്ഷെ വീസ്ബാഡൻ വന്നപ്പോഴത്തേക്കും ഫ്രാങ്ക്ഫർട്ടിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിറ്റിയാന്ന് പറഞ്ഞാലും നമ്മൾ ആ പോയ സ്ഥലമൊക്കെ ഭയങ്കര ഒരു ഗ്രാമം, നല്ല സൈലന്റ് ഗ്രാമമൊന്നും പറയാൻ പറ്റില്ല, സിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് സ്ഥലമൊക്കെ കാണും. ആ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. എൻ്റെ ഈ ഡേ സൂപ്പറായിരുന്നു. എന്നെ കാണാൻ വന്നതിനും എന്നെ മലയിൽ കയറ്റിയതിനും എൻ്റെ നടത്തിച്ച എൻ്റെ കലോറീസ് എല്ലാം ബേൺ ചെയ്യിപ്പിച്ചതിനും താങ്ക് യു സോ മച്ച്. ബാക്കി ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ജർമ്മൻ അറിയത്തില്ല ഗൈസ്. ഇവിടെ ജർമ്മൻ അറിയത്തില്ലെങ്കിൽ ചേച്ചിയാണെങ്കിൽ മണി പോലെ സംസാരിക്കുന്നു. പഠിക്കണം. ചേച്ചി എന്താ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. ഞാനിവിടെ ഫ്രാങ്ക്ഫർട്ടില് ഉണി ക്ലിനിക്കില് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ജർമ്മനി വന്നിട്ട് 5 വർഷമായി. അങ്ങനെ അടിപൊളിയായിട്ട് ഓഫ് ഡേയ്സ് ആയിരുന്നു. എനിക്ക് 4 ദിവസത്തെ അവധിയായിരുന്നു. ആക്ച്വലി എന്റെ ഫ്ലൈറ്റ് അല്ലായിരുന്നു കേസ്, ഞാൻ സ്വോപ്പ് ചെയ്ത് വന്നതായിരുന്നു. എനിവേ ഐ ആം സോ ഹാപ്പി. എനിക്ക് മരിയെ മീറ്റ് ചെയ്യാൻ പറ്റി. അതെ ചേച്ചി. പക്ഷെ എൻ്റെ അടുത്ത് നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോൾ വരും. കാരണം ഞാൻ അധികം ഈ യൂറോപ്പ് ഫ്ലൈറ്റ്സ് ഒന്നും എടുക്കാറില്ല. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ ഫ്ലൈറ്റ്സ് ആണ്. അതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് വൈൻഡപ്പ് ചെയ്യണത്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ. Bis nächstes Mal.